بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله محمد ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, വ്യത്യസ്ത മതങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലുമൊക്കെ നേതൃത്വം നൽകുന്നവർ, പ്രവർത്തിക്കുന്നവർ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ, സുഹൃത്തുക്കൾ, ഇനിയൊരു നീണ്ട പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ, അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, മനുഷ്യർക്കൊപ്പം എന്ന ഈ ഒരു ശീർഷകത്തിൽ നമ്മുടെ കേരളയാത്ര ആരംഭിച്ചപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള സ്വീകരണങ്ങളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വളരെയേറെ സന്തോഷകരമായ സ്വീകരണമാണ് നൽകപ്പെട്ടത്. പരിശുദ്ധ ഇസ്ലാം മനുഷ്യർക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഒരു ഭിത്തിയും തകർക്കേണ്ടതില്ല. ഇസ്ലാമായി നിലനിന്നുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും ഒപ്പമാകാനുള്ള എല്ലാ നിയമങ്ങളും ഇസ്ലാമിലുണ്ട്. അതാണ് ഉസ്താദ് അവറുകൾ നേരത്തെ സൂചിപ്പിച്ചത്. ഉക്കൈദർ ദൂമ എന്ന് പറയുന്ന ദൂമ പ്രദേശക്കാരനായ ഉക്കൈദർ എന്ന ഒരു അമുസ്ലിം സഹോദരൻ, ഒരു രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രസന്റേഷൻ കൊടുത്തു, ഹദിയ കൊടുത്തു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു. ഇമാം ബുഖാരി ബാബു ഖബൂലിൽ ഹദിയത്തി മിനൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളിൽ നിന്ന്, അമുസ്ലിങ്ങളിൽ നിന്ന് ഹദിയ സ്വീകരിക്കുന്ന അധ്യായം എന്ന അധ്യായത്തിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസ് അതാണ്. സാറ ബീബി റളിയല്ലാഹു അൻഹയെയും കൂട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര ചെയ്യുമ്പോൾ സാറ ബീബി റളിയല്ലാഹു അൻഹയെ അനധികൃതമായി സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയ ഒരു അമുസ്ലിമായിരുന്ന, അവിശ്വാസിയായിരുന്ന ഭരണാധികാരി, മഹദിയായ സാറ ബീബി റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് കൊണ്ട് അദ്ദേഹത്തിന് സാറ ബീബി റളിയല്ലാഹു അൻഹയെ സ്പർശിക്കാൻ സാധിച്ചില്ല. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തുനിന്ന് നിസ്കരിക്കുമ്പോൾ സാറ ബീവിയെ സ്വന്തം പ്രൈവറ്റ് റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ തൊടാൻ വേണ്ടി നോക്കുമ്പോൾ അദ്ദേഹം ബോധം കെട്ട് വീണുപോയി. അദ്ദേഹത്തിന് സ്പർശിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ആംഗ്യഭാഷയിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു, ഇസ്ലാമിൽ വൈരാഗ്യമില്ലല്ലോ,
വിദ്വേഷമില്ലല്ലോ, ആരോടും പകതീർക്കലില്ലല്ലോ. തെറ്റ് ചെയ്തവരാണെങ്കിലും അവർക്ക് മാപ്പ് കൊടുക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ ആദർശം. ഖുർആൻ പറയുന്നത് തന്നെ സ്വർഗത്തിൽ കടക്കുന്ന ഭക്തജനങ്ങൾ, മുത്തഖീങ്ങൾ, ഉഇദ്ദത്തിൽ മുത്തഖീൻ, സ്വർഗം മുത്തഖീങ്ങൾക്ക് തയ്യാർ. അവരുടെ ലക്ഷണം പറഞ്ഞത് എന്താണ് അവിടെ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണവർ, വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവരാണവർ. നമ്മളൊരു പുതിയ വീട് നിർമ്മിച്ച് അവിടെ ഗൃഹപ്രവേശനം നടത്തുമ്പോൾ നമ്മൾ ബിരിയാണി വെച്ച് കൊടുക്കാറുണ്ട്. സന്തോഷമുള്ള സമയത്തുള്ള ചെലവഴിക്കലാണ്. മകളുടെ കല്യാണത്തിനും മകൻ്റെ കല്യാണത്തിനും അങ്ങനെ ചെയ്യാറുണ്ട്. സന്തോഷമുള്ള സമയത്തുള്ള ചെലവഴിക്കലാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളെല്ലാം വലിയ സന്തോഷമുള്ള ദിനമാണ് എല്ലാ നന്മകളും ലോകത്ത് വിതരണം ചെയ്ത നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ. ആ മാസം വരുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. അവിടുന്ന് പഠിപ്പിച്ച ഖുർആൻ ഇറങ്ങിയ മാസമായ റമദാൻ വരുമ്പോഴും വലിയ സന്തോഷമാണ്. അതുകൊണ്ട് റമദാനിൽ ധാരാളമായി സംഭാവനകൾ നൽകും, ധാരാളമായി ഭക്ഷണം നൽകും, പക്ഷേ പകലല്ലെന്ന് മാത്രം. ഇതേപോലെ സുഹൃത്തുക്കളെ, റബീഉൽ അവ്വലാകുമ്പോൾ ധാരാളമായി ബിരിയാണി വെച്ച് വിളമ്പുന്നു, മറ്റ് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു, സന്തോഷം പ്രകടിപ്പിക്കുന്നു, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നു. ഖുർആൻ സ്വർഗത്തിൽ കിടക്കുന്നവരുടെ ലക്ഷണമായി പറഞ്ഞ ഒരു കാര്യമാണത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, പ്രയാസമുള്ള സമയത്തും ചെലവഴിക്കും. അങ്ങനെയാണല്ലോ മഹാന്മാരായ സഹാബികൾ. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇമാം സിയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാവിൽ ഫതാവയിൽ ഇത് എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്അൻ, 7 ദിവസം ഖബറിൽ മരിച്ച വ്യക്തികൾക്ക് പരീക്ഷണമുണ്ട്. ഫകാനൂ യസ്തഹിബ്ബൂന അൻ യുത്അമ അനിൽ മയ്യിതി 7 അയ്യാം. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ശിഷ്യന്മാരായ സഹാബികൾ 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് അവർ വലിയ പുണ്യകർമ്മമായി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഈ ഹദീസാണല്ലോ ഇമാം സയ്യിദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ അൽ ഹാവിലിൽ ഫതാവയിൽ പറഞ്ഞു, നബി തങ്ങളുടെ സഹാബികളുടെ കാലം മുതൽ എൻ്റെ ഈ കാലഘട്ടം വരെ, ഇമാം സയ്യിദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത് ഹിജ്റ 911 അങ്ങനെ 900-ലധികം കൊല്ലം അതേ മക്കയിലും മദീനയിലും നിലനിന്ന് വരുന്ന സുന്നത്താണ് മരിച്ച മയ്യിത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കുക എന്ന സുന്നത്ത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ സഹാബത്ത് അങ്ങനെയായിരുന്നു. മുൻഗാമികളായ മുസ്ലിമീങ്ങൾ അങ്ങനെയാണ്, ചെലവഴിക്കുന്നു സന്തോഷമുള്ള സമയത്തും വിഷമമുള്ള സമയത്തും. പിന്നെ പറഞ്ഞത് എന്താണ് പരിശുദ്ധ ഖുർആൻ സ്വർഗത്തിൽ കിടക്കുന്നവരുടെ ലക്ഷണം? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാളിമീനൽ ഗൈള്, ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിക്കുകയില്ല. ആരെത്ര തീവ്രവാദികളായാലും, ഏത് ഭീകരവാദികളായാലും, അതേത് മതത്തിന്റെ പേരിലായാലും മുസ്ലിങ്ങൾ തീവ്രവാദികളാവൂല. വൽകാളിമീനൽ ഗൈള്, അവർ വെറുപ്പിനെ വിഴുങ്ങിക്കളയുന്നവരായിരിക്കും, വെറുപ്പ് പ്രകടിപ്പിക്കൂല. വൽകാളിമീനൽ ഗൈള് വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ. ജനങ്ങൾക്ക്, അവിടെ മുസ്ലിമീങ്ങൾക്ക് എന്നല്ല പറഞ്ഞത്, മനുഷ്യർക്ക്. മനുഷ്യരിൽ നിന്ന് തെറ്റ് സംഭവിക്കുമ്പോൾ അതിന് വിട്ടുവീഴ്ച ചെയ്യുന്നവർ. വൽആഫീന അനിന്നാസ്, അതാണല്ലോ ഇസ്ലാമിന്റെ ആശയം. അതല്ലേ യഥാർത്ഥമായ സമാധാനത്തിന്റെ ആശയം. ഈ ആശയമാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബീവി സാറ റളിയല്ലാഹു അൻഹയും മുറുകെ പിടിക്കുന്നത്. സാറ ബീവി റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന്റെ ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഇസ്ലാം അതേ ബഹുദൈവ വിശ്വാസികൾക്കെതിരെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ച മതം അല്ല. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയിൽ
ബാബു ദുആഇ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികൾക്ക് ഗുണമായി പ്രാർത്ഥിക്കുന്നതിൽ പറയുന്ന അധ്യായം. അങ്ങനെ ഒരു അധ്യായം സഹീഹുൽ ബുഖാരിയിലുണ്ട്. അതേ സമയത്ത് വളരെയേറെ വിഷമിപ്പിച്ച സമയങ്ങളിൽ അതേ നിരപരാധികളെ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടക്കൊല നടത്തുകയും മറ്റും ചെയ്ത ചില സന്ദർഭങ്ങളിൽ, അത്തരം ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്കെതിരെ പ്രാർത്ഥിച്ച ചില സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ടാണ് ബാബു ദുആഇ അലൽ മുശ്രിക്കീൻ എന്ന ബാബും കൂടി, അധ്യായം കൂടി ഇമാം ബുഖാരി കൊണ്ടുവരാൻ കാരണം. ഈ ആയത്തിന്റെ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അതേ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവും ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹുവും ഒക്കെ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചത് കാണാം. ജനങ്ങളെ, മറ്റ് മതക്കാരെ ഇണക്കിയെടുക്കുകയും അവരോട് സൗഹൃദം പുലർത്തുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ മഹത്വം പ്രകടിപ്പിക്കേണ്ട നാടുകളിലും ഘട്ടങ്ങളിലും ഒരിക്കലും തന്നെ അമുസ്ലിങ്ങൾക്ക് എതിരായി അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾക്കെതിരായി പ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് തന്നെ ഫതഹുൽ ബാരിയിലും ഖസ്തലാനിയിലും രേഖപ്പെടുത്തിയതായി കാണാം. മഹദിയായ സാറ ബീവി റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം എഴുന്നേറ്റ് ആരോഗ്യത്തോടെ നിൽക്കുന്നു. പക്ഷേ സാറ ബീവി ഒരു സാധാരണ സ്ത്രീയല്ല, അതീവ സൗന്ദര്യമുള്ളൊരു സ്ത്രീയാണ്. സാറ ബീവിയെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി, പീഡിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കൈ ഉയർത്തുന്നു. അത് ഉയർത്തുമ്പോൾ വീണ്ടും അദ്ദേഹം വീണുപോകുന്നു. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നൊര വരുന്നു. അദ്ദേഹം അപസ്മാര രോഗിയേക്കാൾ വിഷമം അനുഭവിക്കുന്നവനായി അവിടെ കാണുന്നു. അദ്ദേഹം വീണ്ടും അതേ ആംഗ്യഭാഷയിലും മറ്റുമായി സാറ ബീവി റളിയല്ലാഹു അൻഹയോട് രക്ഷപ്പെടുത്താൻ വേണ്ടി അപേക്ഷ നൽകുന്നു. അദ്ദേഹത്തെ വീണ്ടും രക്ഷപ്പെടുത്താൻ സാറ ബീവി റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 1-2 തവണ സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു, ഈ സ്ത്രീ ഒരു സാധാരണ സ്ത്രീയല്ല. ചിലരുണ്ടല്ലോ, അവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയാതെ, ഔലിയാക്കളും നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരാണ്, അമ്പിയാക്കളും നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരാണ് എന്ന് പറയുന്നവരുണ്ടല്ലോ. അതവർക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അവർക്കും കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും തൻ്റെ ഇടവും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. മഹദിയായ സാറ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചു കൊണ്ടുവന്ന വ്യക്തിയെ വിളിച്ചിട്ട് രാജാവ് പറയുന്നു, എടോ, ഇന്നക ലം തഅ്തിനി ബി ഇൻസാനിൻ വകഅന്നഹാ ശൈത്താനാ. ഈ നീ കൊണ്ടുവന്ന സ്ത്രീ അതൊരു മനുഷ്യ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവളെന്തോ പിശാചോ മറ്റോ ആണെന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല. അത് സാറ ബീബി റളിയല്ലാഹു അൻഹയുടെ കറാമത്തായിരുന്നു. കറാമത്ത് എന്ന് പറഞ്ഞാൽ അസാധാരണ സംഭവമാണ്. അത് അള്ളാഹു ബഹുമാനിക്കുന്നവർക്ക് അള്ളാഹു തആല നൽകുന്നതാണ്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, അതേ, അവളെയും കൂട്ടി നീ പൊയ്ക്കോളൂ, പക്ഷേ അവളെ ഒറ്റക്ക് വിടരുത്, അവൾക്കൊരു ഹദിയ കൊടുക്കണം. അങ്ങനെ കൊടുത്ത ഹദിയയാണ് സുഹൃത്തുക്കളെ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. ആ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയിലാണ് പിന്നീട് കുട്ടി ജനിച്ചതും അതേപോലെ തന്നെ പിൽക്കാലത്ത് അറബികൾ തന്നെ ഉണ്ടായതും. ആ കുട്ടി ആ സ്ത്രീയിലാണെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഈ ഹദീസാണ് അതേ ബഹുദൈവ വിശ്വാസികൾ അല്ലെങ്കിൽ അമുസ്ലിം സഹോദരന്മാർ ഹദിയ കൊടുത്താൽ അത് സ്വീകരിക്കാമെന്നതിന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം അതാണ്. ഇതേപോലെ പള്ളിയുടെ പുറത്ത് നല്ല ഒരു പട്ടിന്റെ വസ്ത്രം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞു, നല്ല ഒരു ഡ്രസ്സ് ഓ നബിയെ, തങ്ങൾക്ക് ജനങ്ങളെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ഡ്രസ്സ് ധരിക്കുന്നത് ഹൈബത്തിന് നല്ലതാണ്, അത് ഭംഗിക്ക് നല്ലതാണ്. സുഹൃത്തുക്കളെ, മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ, ഞങ്ങളെയൊക്കെ വളർത്തിയെടുത്ത ഗുരുവര്യരാണവർ. അവിടുന്ന് എന്നോട് പറഞ്ഞു, നീ നീളമുള്ള കോട്ട് ധരിക്കണം. ഉസ്താദ് തന്നെ നാദാപുരത്ത് വന്നപ്പോൾ
ഒരു നീളമുള്ള കോട്ട് എനിക്ക് എന്നെ ധരിപ്പിച്ചു. എന്നിട്ട് അത് ധരിക്കണം ഇത്തരം സ്റ്റേജുകളിൽ എന്ന് എന്നെ ഉപദേശിച്ചു. അത് ഹൈബത്തിന് വേണ്ടിയാണ് എന്നുകൂടി ഉസ്താദ് അവറുകൾ എന്നെ ഉണർത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൈബത്തിന് വേണ്ടി, ഹൈബത്ത് കുറവുണ്ടായിട്ടൊന്നുമല്ല, ഹൈബത്തിന് വേണ്ടി അത് ധരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വസ്ത്രം അത് പട്ടുവസ്ത്രമായതുകൊണ്ട്, പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് ഹറാമാണ്, സ്ത്രീകൾക്ക് അനുവദനീയമാണ്. അതേപോലെ സ്വർണത്തിന്റെ ആഭരണങ്ങൾ പുരുഷന്മാർക്ക് ഹറാമാണ്, സ്ത്രീകൾക്ക് അനുവദനീയമാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് ചെന്നപ്പോ നമ്മളുടെ പ്രവർത്തനജ്ഞനായ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ തണ്ടയിൽ ഒരു ചെയിന് കണ്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതെന്താണ്? അദ്ദേഹം പറഞ്ഞു, വെള്ളിയുടേതാണ്. ഞാൻ പറഞ്ഞു, അത് ഹറാമാണ്. അദ്ദേഹം അപ്പോൾ തന്നെ അത് അഴിച്ചു കളഞ്ഞു. അള്ളാഹു ആ ചെറുപ്പക്കാരന് ബറക്കത്ത് ചെയ്യട്ടെ. പുരുഷന്മാർക്ക് ഒരേ ഒരു മോതിരം, ചെറുവിരലിന് വെള്ളിയുടേത് സുന്നത്തുണ്ട്, അതിനപ്പുറമുള്ളതെല്ലാം പാടില്ലാത്തതാണ്. ചിലർക്ക് കുറേ വെള്ളി മോതിരം ധരിച്ച് ഔലിയാവെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമില്ല, അത് ശരിയല്ല. ഏതായിരുന്നാലും ശരി, ഒരു വെള്ളി മോതിരം മാത്രമാണ് സുന്നത്താക്കിയിട്ടുള്ളത്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് സ്വർണം അനുവദിച്ചു, സ്ത്രീകൾക്ക് പട്ട് അനുവദിച്ചു, പുരുഷന്മാർക്ക് അത് അനുവദിച്ചിട്ടില്ല. അതിനെ ആരും ചോദ്യം ചെയ്യില്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് അത് ലോകസട്ടാവായ അള്ളാഹു സ്ഥാപിച്ച ഒരു മതമാണ്. അതുകൊണ്ട് തന്നെ അതിൽ അപ്പുറവും ഇപ്പുറവും ഒന്നും ചെയ്യാൻ നബി സല്ലല്ലാഹു നിങ്ങൾക്ക് കഴിയില്ല, ആർക്കും കഴിയില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ആ നിലക്ക് സ്ത്രീകൾക്ക് ചില ആനുകൂല്യങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്, അത് പുരുഷന്മാർക്ക് ലഭിക്കുന്നില്ല. അതേപോലെ ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് ചിലപ്പോൾ ചില ആനുകൂല്യങ്ങൾ ഉണ്ടാകും, അത് സ്ത്രീകൾക്കും ലഭിച്ചു കൊള്ളണമെന്നില്ല. ലാ തതമന്നൂ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദ് ലിർരിജാലി നസീബും മിമ്മക്തസബു വലിന്നിസാഇ നസീബും മിമ്മക്തസബനാ. ഖുർആൻ പറഞ്ഞ അങ്ങനെയാണ്. പുരുഷന്മാർക്ക് അവർ പ്രവർത്തിക്കുന്നതുണ്ട്, സ്ത്രീകൾക്ക് അവർ പ്രവർത്തിക്കുന്നതുണ്ട്. 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മോഹിക്കാൻ പാടില്ല. ഓ സുഹൃത്തുക്കളെ, അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ കൃത്യമായി പിന്തുടരുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീടാണ് ഖൈറ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അവിടെ നിന്നു. അവിടെ നബിയെ മറികടന്ന് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പള്ളിയാണ് നല്ലത് എന്ന് പറയാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾ ആരെങ്കിലും ശ്രമിച്ചാൽ പോലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതിനെ അനുകൂലിക്കുകയില്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഇസ്ലാം എന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. എന്നാൽ യാത്ര പോകുന്ന സ്ത്രീകൾക്ക് യാത്രക്കിടയിൽ നിസ്കരിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി യാത്രയുടെ കാലമായപ്പോൾ പള്ളികളിലല്ല, പള്ളിയുടെ പരിസരങ്ങളിൽ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്യുന്നത് അതൊരു സാമൂഹ്യ ബോധത്തിന്റെ ഭാഗമാണ്. സ്ത്രീകൾ പള്ളിയിലോ പള്ളി അല്ലാത്ത സ്ഥലത്തോ ജുമാ ജമാഅത്തിന് പോകണം എന്ന ആശയത്തിൽ നിന്നുള്ളതല്ല. ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അങ്ങനെയുള്ള എല്ലാ മഹദികളും ജീവിച്ചു പോയിട്ടുണ്ടല്ലോ. ഫമാ അലിംതു മിൻഹം നംറാതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വനാ നഹാർ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, 1,00,000 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മദീനത്തെ പള്ളി, ആ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ മതി ആയിഷ ബീവിക്ക്. പക്ഷേ ആയിഷ ബീവി അവിടെ ജമാഅത്തിന് പങ്കെടുത്തിട്ടില്ല. എന്തിനധികം പറയണം, തറാവീഹ് നിസ്കാരം പോലും ദക്വാൻ എന്ന് പറയുന്ന അടിമയെ ഇമാമത്ത് നിർത്തി റൂമിൽ വെച്ചാണ് നിസ്കരിച്ചതെന്ന് നമുക്ക് മതഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതാണ് ഇസ്ലാം. ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അവിടുത്തെ ഭാര്യമാര് കാണിച്ചു തന്നതാണ് സ്ത്രീകൾക്ക് ഇസ്ലാം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ, ആ ദീനിൽ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ നിയമങ്ങളുണ്ട്, പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ നിയമങ്ങളുണ്ട്. പട്ടുവസ്ത്രം ഹറാമാണ് പുരുഷന്മാർക്ക്, അതേ സമയത്ത് സ്ത്രീകൾക്ക് കുഴപ്പമില്ല.
അതേപോലെ സ്വർണം ധരിക്കുന്നത്, വെള്ളി ധരിക്കുന്നത് സ്ത്രീകൾക്ക് അനുവദനീയമാണ്, പുരുഷന്മാർക്ക് അനുവദനീയമല്ല. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആ വസ്ത്രം ആഖിറത്തിൽ ഭാഗ്യമുള്ളവർക്കുള്ളതല്ല എന്ന് പറഞ്ഞാൽ എനിക്കത് ധരിക്കാൻ പറ്റില്ല, അതിനാൽ ഞാനത് വാങ്ങുന്നില്ല. എന്നാൽ അതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നീട് നല്ല പട്ടിന്റെ വസ്ത്രം അതാ ഹദിയയായി കൊടുത്തയച്ചു ഒരു അമുസ്ലിം രാജാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചു. അത് സ്വീകരിക്കുമ്പോൾ സ്വന്തം ധരിക്കാനല്ല, അത് സ്വീകരിച്ചു. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തയച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ച് വിറച്ചു. പടച്ചവനെ, ഇത് സ്വർഗം കിട്ടാത്തവർക്കുള്ളതാണെന്നല്ലേ പറഞ്ഞത്, എനിക്കെന്തിനാണ് നബി തങ്ങൾ കൊടുത്തയച്ചത്? അവിടുന്ന് പോയി സംശയം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അത് ഞാൻ നിങ്ങൾക്ക് കൊടുത്തയച്ചത് നിങ്ങൾക്ക് ധരിക്കാനല്ല, പിന്നെയോ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനാണ്. എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തൽ? അത് ഭാര്യയ്ക്ക് കൊടുത്തുകൊണ്ടാകാം, മകൾക്ക് കൊടുത്തുകൊണ്ടാകാം, വിറ്റുകാശിയാക്കിയിട്ടാകാം. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു ബഹുദൈവ വിശ്വാസിയായ ഒരു സഹോദരനുണ്ടായിരുന്നു, അദ്ദേഹത്തിനത് കൊടുത്തയച്ചു എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം. അതുകൊണ്ടാണ് ബാബു ഖബൂലിൽ ഹദിയത്തി മിനൽ മുശ്രിക്കീൻ, അതേ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ഇങ്ങോട്ട് ഹദിയ വാങ്ങുന്നതിന്റെ വിധി അത് അനുവദനീയമാണെന്ന് പറയുന്ന അധ്യായം കൊണ്ടുവന്ന അതേ ഇമാം ബുഖാരി ബാബുൽ ഹദിയത്തി ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികൾക്ക് അങ്ങോട്ട് ഹദിയ കൊടുക്കുന്നതിന്റെ അധ്യായം എന്ന അധ്യായത്തിൽ ആ ഹദീസും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരോടും സൗഹാർദ്ദം പുലർത്തുന്നതിന്, അവരോട് രജ്ഞിപ്പിൽ ജീവിക്കുന്നതിന്, അവരുമായി നല്ല നിലക്ക് പെരുമാറുന്നതിന്, അവർക്ക് അനുയോജ്യമായ സ്ഥാനം നൽകുന്നതിന് യാതൊരു മുടക്കവുമില്ലാത്ത ഏറ്റവും വലിയ മാനവികത പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്നത് നാം മനസ്സിലാക്കണം. അതേസമയത്ത് ഇസ്ലാമിന്റെ ആശയങ്ങൾ 100% ജീവിതത്തിൽ പകർത്തി മുസ്ലിമീങ്ങൾ ജീവിക്കണം. അതും നിങ്ങൾ കണ്ടില്ലേ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. അദ്ദേഹം ജൂതമതത്തിലെ പണ്ഡിതനായിരുന്നു. സംശയത്തിനൊക്കെ പറഞ്ഞ മറുപടി പൂർവകാല ഗ്രന്ഥമായ തൗറാത്തിൽ പറഞ്ഞതാണെന്ന് മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ടപ്പോ, ഇതൊരു മനുഷ്യന് പ്രത്യേകിച്ച് എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യന് ഈ മറുപടി പറയാൻ, പൂർവകാല ഗ്രന്ഥങ്ങളിലെ മറുപടി പറയാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. ഇത് ലോകത്തിന്റെ സട്ടാവ് നിയോഗിച്ചയച്ച പ്രവാചകരാണ് എന്ന് ബോധ്യപ്പെട്ടതിനാൽ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ പറഞ്ഞു, ഓ നബിയേ, എന്റെ നാട്ടുകാര് കുടുംബക്കാരായ ജൂതന്മാർ അവരൊരു പ്രത്യേക വിഭാഗമാണ്, അവര് നിഷ്പക്ഷത പ്രകടിപ്പിക്കൂല. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച വിവരം പറയാതെ അവരോട് എന്നെ പറ്റി അവിടുന്ന് ഒന്ന് അഭിപ്രായം ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് ജൂതന്മാര് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവര് പറഞ്ഞു, സയ്യിദുനാ വബ്നു സയ്യിദിനാ, അദ്ദേഹം ഞങ്ങളുടെ നേതാവാണ്, നേതാവായ ബാപ്പയുടെ മകനാണ്, അദ്ദേഹം വലിയ മഹാനാണ്, മഹാനായ ബാപ്പയുടെ മകനാണ്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അപ്പോൾ അവർ പറഞ്ഞു, പടച്ചവൻ കാക്കട്ടെ. സുഹൃത്തുക്കളെ, അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു സദസ്സിലേക്ക് വന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് കലിമത്തു തൗഹീദിൽ ഇസ്ലാം മതം സ്വീകരിച്ച വിവരം പ്രഖ്യാപിച്ചപ്പോ അവരപ്പോൾ തന്നെ പറഞ്ഞു, അദ്ദേഹം ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നാശം പിടിച്ച് ഇവൻ നാശം പിടിച്ചവനാണ്, നാശം പിടിച്ചവന്റെ മോനാണ്. അപ്പോൾ തന്നെ മാറ്റി പറഞ്ഞു. അങ്ങനെയാണ് വിശ്വാസമില്ലാത്തവർ, ആ ഒരു ശൈലി നമ്മളെ ആരിലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഏത് വിഷയത്തെയും നിഷ്പക്ഷമായി കാണാൻ കഴിയണം. അതാണ് ഇസ്ലാമിന്റെ ആശയം. ആ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു നേരത്തെ ജൂതമതത്തിലുള്ള സമയത്ത് ഒട്ടകത്തിന്റെ പാല് കുടിക്കാറില്ലായിരുന്നു, ഒട്ടകത്തിന്റെ മാംസം കഴിക്കാറില്ലായിരുന്നു. അതാ മതത്തിന്റെ ഒരു ആചാരമാണ്. ആ ഒരു ആചാരം
മഹാനവറുകൾക്ക് കൈയൊഴിക്കാൻ ഒരു പ്രയാസം. ഒട്ടകത്തിന്റെ പാല് കുടിക്കൽ പ്രത്യേകം സുന്നത്തില്ല, ഒട്ടകത്തിന്റെ മാംസം കഴിക്കൽ പ്രത്യേകം സുന്നത്തില്ല, നിർബന്ധമില്ലെന്ന് പറയേണ്ടതില്ല, അതൊരനുവദനീയമായ കാര്യമാണ്. പക്ഷേ മറ്റൊരു മതത്തിന്റെ ആചാരം എന്ന നിലക്ക് ആ ഒരാചാരം മഹാനവറുകളുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കണം. ഒരു ഭാഗിക മുസ്ലിമായാൽ പോരാ, നിങ്ങൾ പൂർണ്ണ മുസ്ലിമായിരിക്കണം. അതുകൊണ്ട് മറ്റൊരു മതത്തിന്റെ ആചാരം നിങ്ങൾക്ക് കടമെടുക്കേണ്ടതില്ല. അതേസമയത്ത് വേറൊരു മതക്കാർ അവര് നിങ്ങളുടെ അടിസ്ഥാന തത്വമാണല്ലോ, അല്ലാഹു അല്ലാതെ ദൈവമില്ല, ലോകസൃഷ്ടാവായ ദൈവമല്ലാതെ ദൈവമില്ലെന്ന്. പക്ഷേ അവരാരാധിക്കുന്ന ഒരു ദൈവത്തെയും അവരുടെ ദൈവങ്ങളെയൊന്നും നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല, തെറി പറയാൻ പാടില്ല. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽം. വേറെ മതക്കാർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ തെറി പറയാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. അത് ചെയ്യുമ്പോൾ തിരിച്ചവരും പറയുമെന്ന് ഉറപ്പല്ലേ? അത് വലിയ സംഘർഷത്തിന് കാരണമാകില്ലേ? ഒരിക്കലും തന്നെ അങ്ങനെയുള്ള ഒരു പ്രവർത്തനവും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിലും കർമ്മത്തിലും ഉറച്ചു നിന്ന് അതനുസരിച്ച് നീങ്ങണം. അതാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത്. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ നിയമമുണ്ട്, പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ നിയമമുണ്ട്, കുട്ടികൾക്ക് കുട്ടികളുടേതായ നിയമമുണ്ട്, വലിയവർക്ക് വലിയവരുടേതായ നിയമമുണ്ട്, പ്രായമുള്ളവർക്ക് പ്രായമുള്ളവരുടെ നിയമമുണ്ട്. എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയാത്തവന് പിടിച്ചിട്ട് നിന്ന് നിസ്കരിക്കണം. അതിനും കഴിയില്ലെങ്കിൽ ഇരുന്നിട്ട് നിസ്കരിക്കാം. അതിനും കഴിയാത്തവന് കിടന്ന് നിസ്കരിക്കാം. അതിനും കഴിയാത്തവന് തല കൊണ്ട് അവൻ ഇശാറത്താക്കിയാൽ മതി. അതിനും കഴിയില്ലെങ്കിൽ കണ്ണുകൊണ്ട് നിസ്കാരം അവൻ അതേ സൂചിപ്പിച്ചാൽ മതി. അതിനും കഴിയില്ലെങ്കിൽ മനസ്സിലൂടെ നടത്തിയാൽ മതി. ഇങ്ങനെ ഓരോരുത്തരുടെയും കഴിവും അവസരവും അനുസരിച്ചാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരന്മാരായ മറ്റ് മതസ്ഥരായ ആളുകൾ, നമ്മുടെ സഹോദരന്മാർ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഖുർആൻ പഠിപ്പിച്ചതാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. നിങ്ങൾ ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ്, നിങ്ങളെല്ലാം ഒരേ ബാപ്പ ഉമ്മയുടെ മക്കളാണ്. അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. അതേ ഒരേ അച്ഛനമ്മമാരുടെ മക്കളല്ലേ സഹോദരി സഹോദരന്മാരെന്ന് പറയുന്നത്? ആ സഹോദര്യ ബന്ധമുള്ളവർ, അവർക്കിടയിൽ കലഹം പാടില്ല, അവർക്കിടയിൽ വർഗീയത പാടില്ല, അവർക്കിടയിൽ ഒരു കുഴപ്പവും ഉണ്ടാകാൻ പാടില്ല. എല്ലാ മാനവികതയും നിലനിർത്തി സർവ ഉപകാരങ്ങളും കാരുണ്യവും എല്ലാ ഗുണങ്ങളും എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. അതാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന ആ മഹത്തായ ആദർശത്തിലും ആശയത്തിലും നിന്നുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാവർക്കും ഗുണം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിന്റെ ആശയമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. ഇത് അഹ്സൻ, നന്മ കൊണ്ട് തിന്മയെ ഉപരോധിക്കുക. അതാണ് നമ്മുടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആശയം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാത്തവരായി പോകരുത്. അതേപോലെ തന്നെ തെറിക്ക് പകരം തെറി പറയുന്നവരാകരുത്. ഒരു സ്ഥലത്ത് കുറെ ആളുകൾ മദ്യപിച്ചു വന്ന് ഒരു സ്ഥലത്ത് വന്ന് നമ്മളെ ചീത്ത പറഞ്ഞാൽ പകരം മദ്യപിച്ച് ചീത്ത പറയാൻ ഇസ്ലാം അനുവദിക്കില്ല. അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് കുറെ ആളുകൾ വന്ന് ഒരു പെൺകുട്ടിയെ, ഏതോ ഒരു സമുദായത്തിൽപ്പെട്ടവർ വന്ന് ഒരു മുസ്ലിം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താൽ പകരം അവരെ കുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ ഇസ്ലാം അനുവദിക്കില്ല. സുഹൃത്തുക്കളെ, ബലാത്സംഗം ഹറാമായതുപോലെ, പലിശ ഹറാമായതുപോലെ, മദ്യപാനം ഹറാമായതുപോലെ ഹറാമാണ് തീവ്രവാദവും ഭീകരവാദവും. ഇതാണ് ഇസ്ലാമിന്റെ ആശയമെന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സദസ്സ് സംഘടിപ്പിച്ച നമ്മുടെ സംഘടനാ കുടുംബത്തിലും ഇതിൽ വന്നു ചേർന്ന എല്ലാ വിഭാഗം നേതാക്കൾക്കും, എല്ലാ പ്രവർത്തകർക്കും, എല്ലാ ജനങ്ങൾക്കും സർവ്വ നന്മകളും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ മഹത്തായ വിപുലമായ വ്യത്യസ്തമായ ഈ മഹത്തായ സ്വീകരണത്തിന്
പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി. അള്ളാഹുവേ, മഹാനായ സുൽത്താനുൽ ഉലമക്കും അതേപോലെ ഞങ്ങളുടെ സമസ്ത കേരള ജമിയത്തുമ്മയുടെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അലി ബാഫഖി തങ്ങൾ അവർ ഇവിടെ ദുആ ചെയ്തു. മഹാനവറുകൾക്കും ബദർ സാദാത്ത് തങ്ങളുടെ സമസ്തയുടെ സെക്രട്ടറിയാണ് തങ്ങളവറുകൾക്കും അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ പണ്ഡിതന്മാർക്കും, ഇവിടെ ധാരാളം പണ്ഡിതന്മാർ മുശാവറയിലുള്ളവർ, നമ്മുടെ തെന്നല ഉസ്താദ്, മാരായമംഗലം ഉസ്താദ് തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ SMAയുടെ ഭാരവാഹിയായ നമ്മുടെ ജമലുല്ലൈലി തങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ SYSന്റെയും SSFന്റെയും നമ്മുടെ മുസ്ലിം ജമാഅത്തിന്റെയും ഒക്കെ ഭാരവാഹികളുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും വിദേശത്തും നാട്ടിലും ഞങ്ങളെ സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും അവിടെയെല്ലാം 5 ലക്ഷം ആളുകൾക്ക് ഞങ്ങളുടെ ആശയം നേരിൽ കണ്ട് പരിചയപ്പെടുത്തുന്ന ICFന്റെ നേതാക്കൾ ഈ സ്റ്റേജിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും സർവ്വ ഖൈറും നൽകണം റഹ്മാനെ.